ഹായ് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഒരു സീ പെയിൻറ്റിംഗ് ആണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സീ വേവ്സ് ആണ്. ബേസിക്കലി സീ വേവ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2-3 ബേർഡ്സിനെയും കൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കൈ പെയിൻറ്റ് ചെയ്യാം. സ്കൈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഡൾ സ്കൈ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ കൂടെ ജസ്റ്റ് ഒരു യെല്ലോ ഓക്കർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡൾ കളർ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് കൊടുക്കാൻ കാരണം നമ്മൾ ബാക്കിയുള്ള ആ ഒരു സീൻ്റെ പോർഷൻ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് സ്കൈ നല്ല ഡള്ളാക്കി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ സീ പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഈ സീ പെയിൻറ്റ് ചെയ്യുന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നമ്മൾ കളേഴ്സ് ജസ്റ്റ് ക്യാൻവാസിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു റൗണ്ട് ബ്രഷോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബ്രഷോ വെച്ചിട്ട് ജസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ഈ ബ്രഷിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ പിടിക്കരുത്, കുറച്ച് ബാക്കിലായി പിടിച്ചിട്ട് ജസ്റ്റ് ജെൻ്റ്ലി റാൻഡംലി നമ്മൾ ചെറിയ രീതിയിൽ ബ്രഷ് സ്ട്രോക്സ് ആ ഒരു ക്യാൻവാസിൽ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സീ വരയ്ക്കാൻ. ഇങ്ങനെ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഓരോ കളേഴ്സും ബ്ലെൻഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഡീറ്റെയിലിന് വേണ്ടി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതേമാതിരി ഡാമേജ് ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഡാമേജ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നും കളയരുത്. ഇങ്ങനത്തെ ടെക്സ്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ഡാമേജ് ആയിട്ടുള്ള ബ്രഷാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുറ്റിച്ചോല് പോലെയുള്ള ബ്രഷ് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ആ ഒരു നമ്മൾ കടൽ തിരമാല അടിച്ച് വരുന്ന സമയത്ത് ഒരു പല പോലെ കാണുമല്ലോ, അതാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ബേർഡ് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ വരച്ചിരിക്കുന്നത് സീഗളിനെയാണ്. നിങ്ങൾക്ക് ഏത് ബേർഡ് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഈ സീഗളിൻ്റെ വിങ്സ് കുറച്ചും ലെങ്തി ആയതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സീഗൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫെദേഴ്സ് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബേൺഡ് എംബർ എന്ന് പറഞ്ഞൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തിൻ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ഫെദേഴ്സ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു കൊക്കും അതുപോലെ ഒരു കുഞ്ഞു കണ്ണും കൂടെ വരച്ചു കൊടുത്താൽ നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷ് ആയിട്ടോ. അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ മെയിൽ വഴി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.